എന്റെ വൈഫ് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പൊ ദാസേട്ടാ നിങ്ങൾ ചെയ്തൊക്കെ ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ നായകൻ അടുക്കുന്നു, അത് റൊമാൻറ്റിക് ആയിട്ട് ആ ഭാവം വരുന്നു, അവിടെ കഴുത്തിന് ഉമ്മ വെക്കുന്നു, ഹഗ് ചെയ്തു. ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ രേണു ചേച്ചി ശരിക്കും നമ്മൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു കേട്ടോ. കുറച്ച് നേരം ഉണ്ടായിരുന്നു വെച്ചാൽ ഉള്ള സമയം മൊത്തം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു, ഷൂട്ട് ചെയ്തു, അതുപോലെ തന്നെ വ്ളോഗ് എടുത്തു, അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും നമസ്കാരം. റണോസോദ് വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. അതുപോലെ ദാസപ്പൻ അവൻ കോഴിക്കോടിന് അപമാനമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞാഷപ്പൻ്റെ വീഡിയോ കണ്ടു കാണുമല്ലോ, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ കുറെ കൊണന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കേട്ടപ്പോൾ തന്നെ ചൊറിഞ്ഞു വന്നു. ഞാൻ അപ്പോഴും ആലോചിക്കുന്നുണ്ടായിരുന്നു, ഇവന്റെയൊക്കെ ഭാര്യ എങ്ങനെയാണ് ഇവന്റെയൊക്കെ അടുത്ത് നിൽക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും രേണു സുധിയെ പോയി നേരിട്ട് കണ്ട് ദാസപ്പന്റെ ഭാര്യ മിക്കവാറും അടിച്ച് അലവുകീറുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അമ്മാതിരി അപരാധമാണ്, ഒരു ഭാര്യമാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഈ രണാസുവിന്റെ തന്നെ ഒരു ക്ലിപ്പിൽ എവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അതിന് ദാസപ്പന്റെ ഭാര്യയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ദാസപ്പന്റെ ഭാര്യ അറിയാത്തത് കൊണ്ടാണ് ദാസപ്പനെ ഇമാതിരി കോപ്പറായങ്ങൾക്ക് ബേക്കൂത്തുകൾക്ക് അഴിഞ്ഞാട്ടത്തിനും പിടിച്ചു നിർത്തിയിട്ടുള്ളതെന്നുള്ളൊരു ചോദ്യവും കൂടി അവിടെ ചോദിക്കാനുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ആരംഭിക്കാം. ഇന്ന് കുറച്ച് പഴംപൊരികളും ദാസപ്പന്റെ ഭാര്യ വണങ്ങിപ്പോയ കഥകളും കുറെ കേൾക്കാനുണ്ട്, കാണാനുണ്ട്, ദാസപ്പന്റെ ഭാര്യയെ കുറിച്ചും പറയാനുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു ഗതികെട്ട ഭാര്യ ദാസപ്പൻ ഉണ്ടായിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ പ്രജീഷിന്റെ അവസ്ഥ ഇതുപോലെ തന്നെ. ഇതൊക്കെ പേക്കൂത്തുകളും അപരാധങ്ങളും കാണിച്ച് നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? എനിക്ക് ഭാര്യമാരുടെ അടുത്താണ് പറയാനുള്ളത്, യുവമാരെ ഈ അഴിഞ്ഞാട്ടത്തിന് വിടരുത്. യുവമാരെ പോലുള്ളവന്മാരെ ഈ പേക്കൂത്തിന് വിട്ടിട്ട് നിങ്ങൾക്കും കൂടി നിങ്ങളുടെ കുടുംബത്തിന് നാളെ നിങ്ങളുടെ വളർന്നു വരുന്ന മക്കൾക്കടക്കമാണ് നാണക്കേട്. അഭിനയം എന്ന് പറയുന്നത് ഒക്കെ ഒരു കലയാണ്, ഒരു കാര്യമാണ്, എല്ലാം ഒക്കെയാണ്. പക്ഷെ അപരാധം കാണിച്ച് നടക്കുന്നതിന് അഭിനയം എന്ന് പറയരുത്. അഭിനയം എന്ന് പറയുന്നതിന്റെ മറവിൽ അപരാധങ്ങൾ കാണിച്ച് നടക്കുന്നതിന് സപ്പോർട്ട് ചെയ്യല്ലേ. എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയാനുള്ളത്, ഈ ദാസപ്പന്റെ ഭാര്യയും പ്രജീഷിന്റെ ഭാര്യയും എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ അപരാധങ്ങൾക്ക് ഇനി യുവമാരെ അഴിച്ചുവിടരുത്. നിങ്ങളുടെ വളർന്നു വരുന്ന മക്കൾക്കടക്കമാണ് നാണക്കേട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ഇതുപോലത്തെ അഴിഞ്ഞാട്ടത്തിന് നിങ്ങൾ ഭാര്യമാരെ സമ്മതിക്കരുത്. അല്ലാണ്ട് ഇതൊന്നും നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇതിനൊന്നും ഒരു അറുതി വരത്തില്ല. നിങ്ങൾ ഭാര്യമാര് സ്റ്റാൻഡായിട്ട് നിന്നും കൊണ്ട് ഒരു തീരുമാനം അങ്ങ് എടുക്കുക. ഇനി ഈ അപരാധങ്ങൾക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടരുതെന്ന്. ഇത് അഭിനയം എന്ന് പറയുന്നതിന്റെ മറവിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളും അപരാധങ്ങളും മാത്രമാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഭാര്യമാര് ഇനി ഇവനെയൊക്കെ ഒരു കടിഞ്ഞാലിട്ട് അങ്ങോട്ട് പിടിക്കണം. നിങ്ങൾ വിചാരിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. ഞാൻ ഉള്ള കാര്യം പറയാം. ഓക്കെ, എന്തായാലും ദാസപ്പന്റെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗത്തിൽ നിന്ന് ആദ്യം തുടങ്ങാം. അവന്റെ കൊണ എന്റെ വൈഫ് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, ദാസേട്ടാ നിങ്ങൾ ചെയ്തൊക്കെ ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ നായകൻ അടുക്കുന്നു. ദേശിപ്പ ഇങ്ങനെ ചെയ്തതിന്റെ ഓൺലൈൻ മീഡിയ പത്തിശയിലേക്ക് തരാം. എന്റെ പഴംപൊരി നിന്ന് നമുക്ക് എന്നാ തുടങ്ങാം. വാ. അത് റൊമാൻറ്റിക് ആയിട്ട് ആ ഭാവം വരുന്നു, അവിടെ കഴുത്തിന് ഉമ്മ വെക്കുന്നു, ഹഗ് ചെയ്തു. അയ്യോ, റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാവം വരുന്നു. എടാ, പേക്കൂത്തുകൾ കാണിച്ചിട്ട് അഭിനയാണെന്ന് പറയരുത്. അതിന്റെ മറവിൽ നീയൊക്കെ കാണിക്കുന്ന അഴിഞ്ഞാട്ടങ്ങളാണ്. അതാദ്യം മനസ്സിലാക്കി. പിന്നെ ദാസപ്പ, നീ എനിക്കിട്ട് ഒരു ചൊറിയല്ലേ ചൊറിഞ്ഞിട്ടുള്ളൂ, അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിന്നെ എടുക്കുകയാണ് ഗോപാലൻ. മനസ്സിലായില്ല, എന്താ പറ. ദാസറ്റിന് വേണ്ടിയിട്ട് രേണുസുതി ഉണ്ടാക്കിയ പഴംപൊരി. വാവ്, ഈ ഡബിൾ മീനിങ്. അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇട്ടിട്ട് നിനക്കൊക്കെ ഇങ്ങനെ തോന്നുന്നു. ഈ ദാസപ്പന്റെയും പ്രജീഷിന്റെയും ഭാര്യമാരെ ആദ്യം മനസ്സിലാക്കുക, ഇവന്മാരെ കടിഞ്ഞാളിട്ട് പിടിക്കുക. ഇനി ഇവളോടെ വന്ന് അഭിനയിക്കാൻ വിടരുത്. നിങ്ങൾ തീരുമാനം ചെയ്യാനായിട്ട് എടുക്കുക. നാളെ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ വളർന്നു വരുമ്പോൾ ആ മക്കളാണ് സൊസൈറ്റിയിൽ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നീ ദാസപ്പന്റെ മോനല്ലേ, അല്ലെ ദാസപ്പന്റെ മോളല്ലേ, നിന്റെ തന്ത അവരാഴ്ച നടക്കുന്നുണ്ടല്ലോ. ഈ ഒരു സാധനം നിങ്ങളുടെ മക്കൾ കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് ഉണ്ടാക്കാതിരിക്കുക. അതേ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. ഞാൻ ദാസേട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പഴംപൊരിയാണ്. ദാസേട്ടിന് വേണ്ടിയിട്ട് നല്ല പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലായി. ഞാനേ വാ തുറന്നാ ചിലപ്പോൾ ശരിയാവൂല, പറഞ്ഞു പോയല്ലോ എന്നായിപ്പോ. പിന്നെ ചില വാക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് ഭഗ്രയാണ്, അതുകൊണ്ട് പറഞ്ഞതാ. ഒരു സിനിമയിൽ ഒരു ഇന്റിമേറ്റ് അങ്ങ് ഷൂട്ട് ചെയ്യാൻ എങ്ങനെയാണ്? എടാ മോനെ, സിനിമയിലെ ഇന്റിമേറ്റ് സീനുമായിട്ട് നിന്റെ ഈ അപരാധത്തിനെ കണക്ട് ചെയ്യില്ല, മനസ്സിലായോ? സിനിമയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സിനിമയിൽ കയറി പിടിച്ചോളൂ. ഇവന്റെയൊക്കെ ഈ ഓഞ്ഞ ആൽബത്തിനെ അല്ലെ ഓഞ്ഞ കുറെ ഷോർട്ട് ഫിലിമിനെയും സിനിമയായിട്ട് ഇവന്മാർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മറവിൽ ഇവന്മാർ കാണിക്കുന്ന അപരാധമാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇന്റിമേറ്റ് സീന് കോപ്പ് മറ്റത് മറിച്ച് സിനിമയിലെ ഇന്റിമേറ്റ്. നിനക്ക് നാണം ഉണ്ടോ നാറി? സിനിമയിലെ ഇന്റിമേറ്റ് സീനുമായിട്ട് പിടിക്കുക എന്തെങ്കിലും ഉളുപ്പുണ്ട്? മനുഷ്യനായ കുറച്ച് ഉളുപ്പ് വേണം.
സിനിമ കാണുന്ന സമയത്താണ് കാണുന്നത്. നായകനും നായികയും തമ്മിൽ അടുക്കുന്നത്. ലിപ് ലോക്ക് വരെ സംഭവിക്കാനുള്ള സിനിമ ഉണ്ട്, കണ്ടില്ലേ? എത്രയോ. ഓ പിന്നെ ലിപ് ലോക്ക് ഒരു സംഭവിക്കുന്ന സിനിമയുണ്ട്. എടാ സിനിമയായിട്ട് നിന്റെ ഞാൻ സാധനത്തിനെ പിടിച്ച് കമ്പയർ ചെയ്യാതെ സിനിമയായിട്ട് നീയൊക്കെ അപരാധമാണ് കാണിക്കുന്നത്. ഇതിന്റെ മറവില്ല, അതാദ്യം മനസ്സിലാക്കി. നമുക്ക് അറിഞ്ഞൂടാ എന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. നമ്മൾ പോങ്ങന്മാരല്ല. നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് പറയാതെ സംസാരിക്കുന്നുണ്ട്, അറിഞ്ഞ പല കാര്യങ്ങൾ. നമ്മൾ പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. അവൻ്റെ സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? സാധനങ്ങളെയും പഠിച്ചു വെച്ചിട്ട് സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നത്. നീയൊക്കെ സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ നിനക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാടാ, നിനക്ക് കഴിവുണ്ടാടാ. അത് വിട്. ഓഹോ, ഞാൻ പറഞ്ഞ വേറെ അതിലോട്ട് പോകും. ഓക്കെ, സിനിമയായിട്ട് നീയൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ ആൽബത്തിൽ ഇല്ലാത്ത സീനുകൾ നീയൊക്കെ ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയാസിന് വേണ്ടിയിട്ട് നീയൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് വെറുതെ ചുമ്മാ വന്നിട്ട് ഒരപരാധങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് ഇന്റിമേറ്റ് സീന് മറ്റത് കോപ്പ് മറിച്ചതെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആൽബത്തിലും നിന്റെയൊക്കെ കുണച്ച ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും ഇല്ലാത്ത സീനുകൾ. അതെന്തിനാ? നാട്ടുകാരുടെ മുന്നിൽ കണ്ണിൽ പൊടി ഇട്ടും കൊണ്ടുള്ള അപരാധ സീനുകൾ കൊടുക്കുന്നത് എന്തിനാ? നിനക്കൊക്കെ ചർച്ചാ വിഷയമാവാനും നെഗറ്റീവ് ആവാനും റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് അല്ലേ? അതാദ്യം പറ. എടാ ഞാൻ ആദ്യമേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ അപരാധ സീനുകൾ നീയൊക്കെ വേറെ സൈറ്റുകളിൽ പോ, അവിടെ പോയി കാണിക്ക്. എന്തിനാണ് ഇവിടെ കൊണ്ടിടുന്നത്? ഇവിടെ കൊണ്ടിടാതിരിക്കൂ. നീയൊക്കെ സൈറ്റിൽ പോയിട്ട് അപരാധിക്കൂ. നമ്മൾ ആരും ഒന്നിനും വരുന്നില്ല. സൈറ്റിൽ നീയൊക്കെ മറ്റേ പോൺ സൈറ്റിൽ കൊണ്ടിട്ട് അപരാധം ചെയ്യുന്ന നമ്മൾ ആരും അവിടെ വന്നിട്ട് എടുത്തിട്ട് പോൺ സൈറ്റിൽ ഇങ്ങനെ സാധനം ഇട്ടെന്ന് പറഞ്ഞാൽ പറയത്തില്ല. പക്ഷെ നീയൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ ഇമാതിരി അപരാധങ്ങൾ കാണിച്ചു കൂട്ടിയിടുമ്പോൾ നമ്മുടെ കുട്ടികളടക്കം കണ്ടു വളർന്നു വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോണുണ്ട്. ഇന്ന് മറ്റേ മുട്ടേന്ന് വിരിഞ്ഞ ടൈപ്പിലുള്ള സാധനങ്ങളെ അവരെ ഫോൺ വെച്ചാണ് ഇരിക്കുന്നത് പിള്ളേർ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ അപരാധങ്ങൾ കാണേണ്ട ഒരു ഗതികേട് പിള്ളേരുടെ ഇത് വന്നു കഴിഞ്ഞാൽ, ഫീഡിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേർ ഇതൊക്കെ കണ്ടായിരിക്കും വളരുന്നത്. ഇമാതിരി അപരാധങ്ങൾ അതുകൊണ്ട് ഒഴിവാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് നീ മാത്രമല്ല കേട്ടാ, കുറെ എണ്ണം ഉണ്ട്. നമുക്ക് എല്ലാത്തിനെതിരെ ഇങ്ങനെ പ്രതികരിച്ച് വരണം, അത്രേ ഉള്ളൂ. അതേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇത് കുറച്ച് കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ എവിടെ സോഷ്യൽ മീഡിയയിൽ ഏത് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഈ അപരാധങ്ങൾ തന്നെ. നീയും പ്രജീഷും റാണാസുനെയൊക്കെ തന്നെയാണ് മൊത്തം. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. വയ്യ, മടുത്ത്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ പറഞ്ഞു, എടാ എനിക്ക് മടുത്ത്, എനിക്ക് ഇവിടെ വീഡിയോ ചെയ്യാൻ വയ്യ, മടുത്ത്. പക്ഷെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ വരുന്നത് ഇതാണ്. അതുകൊണ്ട് വീണ്ടും ചെയ്യുന്നു. പിന്നെ ചെയ്യും, അത്രേ ഉള്ളൂ. എടാ നിനക്ക് നാണം ഉണ്ടാടാ വേട്ടവാളിയാ ടോവിനായിട്ട് കമ്പയർ ചെയ്യാൻ. നീ ടോവിനയുടെ തീട്ടത്തിന്റെ അത്ര പോലും വരില്ലല്ലോ. കഴിച്ചു പോടാ. ടോവിനായിട്ട് തീവണ്ടി എന്ന സിനിമയിൽ ലിപ് ലോക്ക് വരുന്നത് നിനക്ക് ഉളുപ്പുണ്ടാടാ. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ. ഈ തീവണ്ടി പോലെ നീ കെണ്ടിയാണ്. അത് നമ്മൾ സ്ക്രീനിൽ കാണുന്നു, അവര് നമ്മുടെ അടുത്തല്ലോ, അടിപൊളി കൈയടി അല്ലേ? ഇത് അത് സിനിമ. നിന്റെ ഈ അപരാധം കാണിക്കുന്നതും മുതലെടുപ്പ് നടത്തുന്നതും ആണ് നമ്മളെ. ഞാനേ പറയട്ടാടാ, ഞാനല്ല വിളിച്ചു പറയട്ടാടാ. എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ നിന്റെയൊക്കെ അപരാധം ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എടാ നീയൊക്കെ ഈ നിന്റെ കൊണച്ച ആൽബത്തിൽ ഇല്ലാത്ത സീനുകൾ ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയാസിന് വേണ്ടിയിട്ട് എന്തിനാണ് അഭിനയിച്ചു കൊടുക്കുന്നത്? അപ്പൊ നിനക്ക് എന്താണ് അതിൽ നിന്ന് ബെനിഫിറ്റ്? പോടാ. അവരാധിച്ച് നടന്നിട്ട് കണ്ട പേക്കൂത്തുകളും അറവറാണിത്തരങ്ങളും കാണിച്ചിട്ട് അതിന് പേര് ഷൂട്ടിങ്. വരാതി മക്കള്. നായകൻ ഡയറക്ടർ ടേക്ക് പറഞ്ഞു, നായകൻ ഓൺ ദ സ്പോട്ട് ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കുകയാണോ ചെയ്യുക സാറിന്? അല്ല, 2, 3, 4 ഷോട്ടുകൾ ഉണ്ടായിരിക്കാം. വ്യത്യാസം ഞാൻ പറയാം. അവിടെ ആരുണ്ടാവും? ഡയറക്ടർ ഉണ്ടാവും, അസോസിയേറ്റ് ഉണ്ടാവും, ഒരു 3, 4, 5 ആൾക്കാരുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? കാട്ടപരാധം കാണിച്ചു, നാട്ടുകാർ തൂക്കി. ഇതേ സംഭവിച്ചോളൂ. ഈ ഷൂട്ടിങ്ങിന്റെ അല്ലാത്ത സമയത്ത് നീയൊക്കെ കിടന്ന് കാണിക്കുന്ന കുറെ പേക്കൂത്തുകളുണ്ട്, അപരാധിത്തനങ്ങൾ. അതിനെ പറ്റിയിട്ട് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ നിന്റെ ഈ ആൽബങ്ങളും നിന്റെ ഈ കുണച്ച ഷൂട്ടിങ്ങുകളും കുണച്ച ക്ലിപ്പുകളും കാണാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. ദയവ് ചെയ്തിട്ട് ഇത് ഇത്തരം പ്ലാറ്റ്ഫോമിൽ കൊണ്ടിടാതെ വല്ല സൈറ്റിൽ കൊണ്ടിടും. അവിടെ പോയിട്ട് കണ്ട് അവരാഴ്ച നടന്നു. നമ്മളെ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടിടാതെ. ഇതാണ് നമ്മളെ ജനങ്ങളുടെ ഒരു അപേക്ഷ. അതായിട്ട് കണ്ടാൽ മതി. ഇനിയിപ്പോ കുറെ എണ്ണം ചിലപ്പോൾ ഇനിയിപ്പോ കമന്റ് ചെയ്യും, ഓ വിധവയായി ഭർത്താവില്ലാത്ത സ്ത്രീ, അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മേലാൽ അമ്മാതിരി അപരാധ കമന്റ് കൊണ്ട് എന്നെ കമന്റ് ബോക്സിൽ ഒന്നും പോലെ. അയ്യോ പാവപ്പെട്ട സ്ത്രീ, വിധവയാണ്, ഭർത്താവില്ല, അച്ഛയില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ വരാനില്ല. തീർന്നായോ ഇതോടെ? ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ആൽബത്തിന്റെ ഷൂട്ട്, നായകൻ എടുത്തു പോകുന്നു, കിസ് കൊടുക്കുന്നു, കഴുത്തിൽ ലിപ് ലോക്ക് എന്നല്ലേ കിസ് കൊടുക്കുന്നു, ഹഗ്. ഒരു ആൽബത്തിന്റെ ഷൂട്ട്. എടാ നിനക്കൊക്കെ നാണം ഉണ്ടാ? നിന്റെയൊക്കെ അപരാധ വീഡിയോ ആൽബം എന്ന് പറയാം. ഇവിടെ ആൽബം എന്ന് പറയുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. നിന്നെയൊക്കെ പോലുള്ള അപരാധികൾ വന്നിട്ട് ഈ ആൽബത്തിന്റെ ക്വാളിറ്റി കളഞ്ഞു. അതിനെ പറ്റിയിട്ട് എല്ലാം ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് പേര് ആൽബം പോലും, തുണ്ട് വടം എടുത്ത് വെച്ചിട്ട് ആൽബം പോലും പേര്. ഇവിടെ ചുറ്റും ആരാ ഉള്ളത്?
ആരുള്ളത് പറ. ഡയറക്ടറും ആൾക്കാരും തന്നെയാണ്. ഡയറക്ടറും ആൾക്കാരൊന്നുമല്ല, ഡയറക്ടറും അതിന്റെ ബന്ധപ്പെട്ട അസോസിയേറ്റ് 2-3 ആൾക്കാരല്ല, ഓൺലൈൻ മീഡിയാസ് മൊത്തം ചുറ്റുമുണ്ട്. ഈ ഓൺലൈൻ മീഡിയാസിനെ ആരാ വിളിച്ചു വരുത്തുന്നത്? നിന്റെ രണാസുന അവളടുത്ത് പറ. ഓൺലൈൻ മീഡിയാസിനെ പോകുന്ന സ്ഥലത്തെല്ലാം മറ്റേ വിളിച്ചു വരുത്തുന്ന അവളാണ്. അല്ലാതെ ഓൺലൈൻ മീഡിയാസ് മഷിയിട്ട് നോക്കിയിട്ടല്ല വരുന്നത്. യുവമാരെ വിളിച്ചു വരുത്തിയിട്ട് എടുക്കാൻ പാടില്ലാത്ത സകലമാന ക്ലിപ്പുകളും എടുപ്പിച്ച് ബൈറ്റുകളും കൊടുപ്പിച്ച് ഡബിൾ മീനിങ് സാധനങ്ങളും പറഞ്ഞ് വായി തോന്നിയ കോതയ്ക്കാട്ടും വിളിച്ച് പറഞ്ഞ് കണ്ട അപരാധ സീനുകളും കാണിച്ചു കൊടുത്ത് അവന്മാരെ കൊണ്ട് ബൈറ്റ് എടുപ്പിക്കുന്ന ആരാ? ഈ രണാസുനയാണ്. അവളാദ്യം പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് അവൾക്ക് കൂട്ടുവയ്ക്കുന്ന ചുക്കാൻ പിടിക്കുന്ന ആരാ? നീയൊക്കെ തന്നെയാണ്. എന്നിട്ട് നിനക്ക് ഇപ്പൊ ഇപ്പുറത്ത് നിന്ന് ഇന്റർവ്യൂവിൽ നിന്ന് അതിനേക്കാളും കോണയടിക്കുക. നാണം ഉണ്ടാടാ നാറി. സംസാരിച്ച കാര്യങ്ങള് നായകൻ അടുക്കുന്നു, അത് റൊമാന്റിക് ആയ ഭാവം വരുന്നു, അവരെ കഴുത്തിന് മുമ്പ് വെക്കുന്നു. അയ്യോ, നായികയായിട്ട് അടുപ്പിക്കുന്നു പഠിക്കുന്നു പണ്ണ് പോയി ചെയ്യുന്നു. ആ കാര്യങ്ങൾ ഈ പറഞ്ഞ ഡയറക്ടറാണ് പറയുന്നത്, വിവരിച്ചത്. ഇങ്ങനെ ചെയ്യും ദാസൻ, എങ്ങനെ ചെയ്യും, അത് വൈറലാവേണ്ടതെന്ന് പറഞ്ഞു. അത് വെറുതെ പറയാം. അങ്ങനെ ഒരു പരാമർശം അതിലില്ല. ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അടുപ്പ് ദാസേട്ട, കഴുത്തിന് മുമ്പ് വെപ്പ് ദാസേട്ട പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിവാദമായി, വൈറലായി. കാരണം ഒരു കാര്യം കൂടി, ദാസേട്ടൻ കൂടെ അഭിനയിച്ചോണ്ടല്ല, ആരാ എഗേൻസ്റ്റ് നിൽക്കുന്ന ആരാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ? രേണുസുതി. കേരളത്തിൽ ഇത്രയും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും കൂടുതൽ ലോകമെമ്പാടുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ എന്ന വാക്ക് ഉപയോഗിക്കും. എടേ, ലോകമെമ്പാടുമുള്ള ആൾക്കാർ കാണുന്നു എന്ന് പറയുന്നുണ്ട്. നല്ലതാണോ ചീത്തയാണോ? അത്രയും മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നല്ല രീതിയിലാണോ ഇമേജ് പോകുന്നത്? അല്ല, അപരാധം ആ സെറ്റപ്പിലാണ് ഇമേജ് പോകുന്നത്. നാണം ഇല്ല, അറിയാം, എങ്കിലും ചോദിച്ചതാ. സുതിയാണ് ഏറ്റവും കൂടുതൽ വൈറലായ വ്യക്തി, അല്ലേ? അവരായതുകൊണ്ട് സാധനം കത്തും, സാധനം കത്തിക്കപ്പെടും. അതാണ് അവിടെ സംഭവിച്ചത്. അറിയാം, കത്തിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ അപരാധങ്ങൾ കാണിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈ അപരാധം നിർത്തണമെന്നാണ് നമ്മൾ പറയുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ നീക്ക് കാണിച്ചോ, നിന്റെയൊക്കെ തുണ്ടുപടങ്ങൾ എന്താണെന്ന് വെച്ചാൽ എടുത്തോ, ആ സൈറ്റിൽ പോയിട്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വരരുത്. പിന്നെ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തുന്നത് നീയൊക്കെ തന്നെയാണ്. എന്നിട്ടാണ് ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അപരാധങ്ങൾ ഷൂട്ടിങ്ങിന്റെ സമയം അല്ലാത്ത സമയത്ത് തന്നെ ഓരോരുത്തന്മാരായിട്ട് കെട്ടിപ്പിടിച്ച് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ചും ഡബിൾ മീനിങ് അടിച്ചും ഓരോ സാധനങ്ങൾ പുറത്തു വിടുന്നു. അത് നീയായാലും മറ്റവളായാലും എല്ലാവളായാലും. അങ്ങനെ അതിനെ തുടർന്നിട്ടാണ് ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാവുന്നത്, മനസ്സിലായ? നിന്റെയൊക്കെ ഭാര്യമാരെ നിന്നെയൊക്കെ എങ്ങനെ വീട്ടിൽ കയറ്റണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കഴിപ്പണം കെട്ട സീനുകളും അപരാധങ്ങളും കാണിച്ച് വീട്ടിൽ കയറി പോയി അവളുമാരെ അടുപ്പിക്കുള്ളൂ ഇതിനെയൊക്കെ. അതായത് വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കാമെന്നാണ് പറഞ്ഞത്. നല്ല ചോദ്യം. ഇവിടെ സുഹേല ചോദിച്ചത് വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തന്തയില്ലായ്മ കാണിക്കാമോ എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ എന്ത് ചോദ്യം എന്ന് പറഞ്ഞെങ്കിലും അവൾ ചോദിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് തമ്മാടിത്തരം കാണിക്കാമോ വൈറലാവാൻ വേണ്ടിയിട്ട്? തൈര് ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ദാസേട്ടൻ കൊടുക്കുന്ന വ്യക്തി നായകനായി കള്ളു ചെത്തുകാരനായി അവിടെ അഭിനയിച്ചതാണ്. ഞാൻ സിനിമകളിലായാലും അവൻ അഭിനയിക്കും, അല്ലേ? ഇപ്പൊ ഓടിപ്പോയി കയറിക്കോളും, നിന്നെ സിനിമയിൽ എടുക്കും. എടാ, നീ ആദ്യം വെറും കോപ്പറായങ്ങളും പേക്കൂത്തുകളും കാണിച്ചിട്ടാണ് ടിക്ടോക്ക് വഴി നീ കയറി വന്നത്. എന്നിട്ട് അതിനുശേഷം നീ കുറച്ച് അത്യാവശ്യം നല്ല മാസ സീനൊക്കെ അഭിനയിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ അതിലേക്ക് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇപ്പൊ നീ അപരാധത്തിലോട്ടാണ് മാറിയിട്ടുള്ളത്. എസ്മ, സിഗ്മ ഇതുപോലുള്ള വെബ് സീരീസിൽ, മറ്റേ പടങ്ങളിൽ അതുപോലത്തെ ഒരു സീനിലോട്ട് നീ മാറിയിട്ടുണ്ട്. നീ നിന്നെ മാറ്റി. അങ്ങനെ സത്യമുള്ള കാര്യം പറയല്ലോ, പുച്ഛമാണ് തോന്നുന്നത്. മര്യാദയ്ക്ക് നല്ല സീനുകളെല്ലാം അഭിനയിച്ച് പോവാണ്ട് കണ്ട അപരാധങ്ങൾ അഭിനയിച്ചിട്ട് പേര് ആൽബം ഉളുപ്പ് തോന്നുന്നില്ലടാ സഹോ. അത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസ്, ഞാൻ അവര് കുറേ സുഹൃത്തുക്കൾ എന്റെ ഇല്ലാന്ന് പറയില്ല. അവര് രേണുസുതി എന്ന ഘടകമായതുകൊണ്ട് അവരൊരു ദാസനം കൊടുക്കുന്ന വേറെ വ്യക്തിനോട് ചെയ്ത് കഴിഞ്ഞ് ഒരു 10-20 ഓൺലൈൻ മീഡിയാസ് എടുത്ത് കത്തിച്ചാൽ കത്തൂല, ഉറപ്പായാലും കത്തൂല. കത്തിയത് എന്തുകൊണ്ടാ? രേണുസുതി ആയതുകൊണ്ടാണ്. കത്തിയത് എന്തുകൊണ്ടാണ്? രണോസുതി ആയതുകൊണ്ടാണ്. ഓൺലൈൻ മീഡിയാസ് വിചാരിച്ചാൽ നടക്കൂലെന്ന്. ഓൺലൈൻ മീഡിയാസ് 10-20 ചാനലുകാർ നിരത്തി വന്നിട്ട് ഇവിടെ വീഡിയോ എടുത്ത് എല്ലായിടത്തും ഇട്ട് കൊടുക്കും. ഇതിപ്പോ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ, ഇൻസ്റ്റ ഓപ്പൺ ചെയ്താൽ, യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇത് നമുക്ക് വലിയ ശല്യമായി തുടങ്ങി, അരോചകമായി തുടങ്ങി. കാരണം പേക്കൂത്തുകൾ കാണേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നു. ഇത് നിർത്തണം, ഇത് നിർത്തിയേ പറ്റത്തുള്ളൂ. നമുക്ക് വേറെ ഒന്നും കാണണ്ടേ? നിന്റെ ഈ അപരാധങ്ങൾ കണ്ടോണ്ടിരുന്നാൽ മതിയാ. സകലമാനം ചാനൽ ഇത് തന്നെയാണ് ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുന്നത്. ഇതിനെ വിളിച്ചു വരുത്തുന്ന ആരാ? രണാസുനെ, നീയൊക്കെ തന്നെയാണ്. എന്നിട്ട് ഇപ്പം വന്നിരുന്ന് നിങ്ങൾ ന്യായീകരിക്കുന്നു. രേണുസുതി കാണിക്കുന്ന പേക്കൂത്തുകളെ ജനങ്ങൾ വിമർശിക്കുന്നു, വലിച്ചു കയറി ഒട്ടിക്കുന്നു. വിധവയായതുകൊണ്ടോ ഒന്നുമല്ല. ജനങ്ങൾക്കൊരു സഹതാപ സ്നേഹം ഉണ്ടായിരുന്നു. അതിനെ അവൾ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് അഴിഞ്ഞാട്ടത്തിലോട്ട് പോയത് കൊണ്ടാണ് ജനങ്ങൾ വിമർശിച്ചു തുടങ്ങിയത്. മനസ്സിലായേ? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമാണ്. അല്ലാണ്ട് കാലാകാലം മറ്റുള്ളവരുടെ അടുത്ത് കൈ നീട്ടി അവിടെ നിന്ന് എച്ചിൽ വാങ്ങി തന്ന് ജീവിക്കണമെന്നൊന്നുമല്ല ഇവിടെ ആരും പറയുന്നത്. പക്ഷെ കാണിക്കുന്ന പേക്കൂത്തുകൾ അത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. വീഡിയോ ഞാൻ കാണാനിടയായത് ദാസേട്ടൻ ഏതൊരു പെണ്ണിനെ
ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നു. അപ്പൊ രേണുസുതി കയറി വരുന്ന ഒരു സംഭവം ഞാനല്ല, ഈ ആൽബത്തിലാണ് ഞാനല്ലത്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ സീനും കാര്യങ്ങളൊക്കെ കാണുന്നു. അതിന് ദാസേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ദാസേട്ടൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇത്രയും സൊസൈറ്റിയിൽ നല്ലപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും വേണ്ട, ദാസേട്ടന്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തി ടീച്ചറാണ്. സോ അവര് സൊസൈറ്റി പോകുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ്. എന്റെ പൊന്നടാവ്, ഇങ്ങനെ ഭാര്യ ടീച്ചറാണ്. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഭാര്യ ടീച്ചറായിരുന്ന. എന്റെ പൊന്നു ചേച്ചി, നിങ്ങളൊരു അധ്യാപികയാണല്ലേ. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ? എന്ത് പറഞ്ഞിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഈ സമൂഹത്തിൽ നല്ലോണം നിലയും വിലയോടെ ജീവിക്കണമെന്നല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അങ്ങനെയുള്ള നിങ്ങളുടെ ഭർത്താവ് ഈ അഴിഞ്ഞാട്ടം ആടിക്കൊണ്ടാണ് നടക്കുന്നത്. ഇതെന്താ ഇത്? നിങ്ങളൊരു അധ്യാപിക എന്ന നിലയ്ക്ക് നിങ്ങൾ കുട്ടികൾക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ? വെരി പതത്തറ്റിക് സിറ്റുവേഷൻ. ഇത്രയും ഒന്നും പറയാനില്ല. ഞാൻ തളർന്നു. അതെ, മോളും ഉണ്ട്. മോള് നാളെ സമൂഹത്തിലോട്ട് ഇറങ്ങി നടക്കുമ്പോൾ നിന്റെ അപ്പൻ ഇത്രയും കഴിപ്പണം കെട്ടവനല്ല ഇത്രയും അപരാധ വീഡിയോകളെല്ലാം അഭിനയിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് കുട്ടി ഫേസ് ചെയ്യേണ്ടി വരും. ഒന്നുകിൽ നിങ്ങളെപ്പോലെ അപരാധങ്ങൾ കാണിച്ച് വീഡിയോസ് ചെയ്തുകൊണ്ട് നടക്കുന്നവർ, അല്ലെങ്കിൽ അപരാധിച്ച് നടക്കുന്നവർ കുടുംബജീവിതം നയിക്കാതിരിക്കുക. കുടുംബജീവിതം നയിച്ചു കഴിഞ്ഞാൽ നാളെ അവരെയും കൂടി അത് ഫേസ് ചെയ്യും. പ്രത്യേകിച്ച് ഇങ്ങയുടെ വൈഫ് ടീച്ചറാണ് പോലും. ഒരു ടീച്ചറിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്, കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ടീച്ചറിന്റെ കുടുംബം ഈ അവസ്ഥയിലാണ്. അപ്പൊ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഒന്നും പറയാനില്ല. നീ എന്നാ കൊണയടിക്കാൻ പോണെന്ന് എനിക്കറിയാം. നീ എന്നാലും പറ. ആൽബത്തിൽ അഭിനയിച്ചു, കൃത്യമായി അവിടെ അഭിനയിച്ചതാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. ഒരു ആക്ടറിനെ സംബന്ധിച്ച് എല്ലാ വശങ്ങളും നോക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പാർട്ട് രാവിലെ അഭിനയിച്ചു. ആ പാർട്ടാണ് ഓൺലൈൻ മീഡിയ കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ പാട് നോക്കി എന്റെ റൂമിലേക്ക് പോയി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആൽബത്തിന്റെ ക്ലൈമാക്സ് രംഗത്താണ് അവിടെ നടന്നത്. ആ ക്ലൈമാക്സ് രംഗത്തിൽ ഓൺലൈൻ മീഡിയാസ് വന്നിട്ട് എടുത്ത് പുറത്തുവിട്ട സാധനങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത്. എന്ന് വെച്ച് നാളെ മറ്റന്നാള് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ 100% നോക്കിയിട്ട് പോകും. നിർത്ത്. നീ വലിയ കൊണ അടിക്കുന്നുണ്ടല്ലോ. ഈ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തി നിങ്ങൾ കാണിക്കുന്ന പേക്കൂത്തുകൾ അത് നമുക്കറിയാം. അതിനെ തുടർന്നിട്ട് നീയൊക്കെ അവിടെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എന്നിട്ട് നീ വന്നിരുന്ന് അടിക്കുന്ന കൊണ ഓൺലൈൻ മീഡിയാസ് വന്നു നീയൊക്കെ എവിടെ ഷൂട്ടിംഗ് ചെയ്യണം, എങ്ങനെ ഷൂട്ടിംഗ് ചെയ്യണം, എന്ന് ഷൂട്ടിംഗ് ചെയ്യണമെന്ന് ഓൺലൈൻ മീഡിയാസിന് അറിയാവോ? നീയൊക്കെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ബൈറ്റടിപ്പിച്ചിട്ട് മറ്റേ എടുത്തോ കൊണച്ച ഓർത്തവനും പറയാൻ നിൽക്കില്ല. ദാസപ്പ കേട്ടോ? ദാസപ്പ നീ കുറെ കൊണ അടിക്കുന്നുണ്ട്. കുക്കുംബർ ദാസ്. എനിക്കത് പാഠമാണ്. ദാസേട്ടൻ പറഞ്ഞു വരുന്നത് ഈ ചെയ്തതെല്ലാം തെറ്റാണ്. ഇനിയിപ്പോ എന്ത് തന്നെയാണെങ്കിലും ഇത് ഞാൻ ആവർത്തിക്കില്ല. ഈ ചെയ്ത ഒരിക്കലും തെറ്റല്ല. പക്ഷെ ഇത്രയും സംഗതികൾ ഓൺലൈൻ മീഡിയാസ് പുറത്തിടുമ്പോൾ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ, ഡയറക്ടർ ഉൾപ്പെടെ ആൾക്കാർ ശ്രദ്ധിക്കണമായിരുന്നു. ആണോ? ഓൺലൈൻ മീഡിയാസ് അവിടെ വന്നൊന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ മോന്റെ കണ്ണിൽ കുരുവായിരുന്നു. മോനെ കണ്ടില്ലേ ഓൺലൈൻ മീഡിയാസ് വന്നൊന്ന് ഷൂട്ട് ചെയ്യുന്നത്? എടാ, എല്ലാം കൂടി അവന്മാരെ തലയിൽ മാത്രം വെച്ചു കൊടുക്കല്ലേ. നീയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് അവന്മാർ വരുന്നതും ബൈറ്റ് എടുത്തോണ്ട് പോകുന്നത്. എന്നിട്ട് ഇപ്പൊ അവന്മാരെ അന്നച്ചത്തങ്ങ് വെച്ചു കൊടുത്തിട്ട് നീ നല്ല കൊള്ള ചമയാൻ നോക്കുന്ന. ഇവന്റെ ഭാര്യ ടീച്ചറാണ് പോലും. നിങ്ങൾ എന്തുവാ ടീച്ചറെ? ശ്രദ്ധിക്കണമായിരുന്നു. ഒരു താങ്കൾ ഡയറക്ടർ ആണെങ്കിൽ താങ്കൾ അവരെ അടുപ്പിക്കും. ഒരു സിനിമ നടക്കുമ്പോൾ ഏതെങ്കിലും ആൾ മൊബൈൽ വന്ന് ഷൂട്ട് ചെയ്യാൻ വന്നാൽ അവരുടെ ഡയറക്ടർ ഒരിക്കലും വിടില്ല. ഒരിക്കലും വിടില്ല. അതെ, വാ. പോളിസി പിന്തുടരണം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഓൺലൈൻ മീഡിയാസ് വന്നിരുന്നു. ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടി ബന്ധപ്പെട്ട ആൾക്കാർ അവരെ വിളിച്ചു വരുത്തിയതാണ്. രേണുസുതിയാണ്. കേട്ടല്ല, വിളിച്ചു വരുത്തിയതാണെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് നീ മാത്രം ഒന്നും അറിഞ്ഞില്ല. അയ്യോട്ടോ, എടാ പോടാ തള്ളി മറിക്കാതെ എണീറ്റ്. രേണുസുതി അവിടെ പോയി കഴിഞ്ഞാലും വിളിക്കാതെ തന്നെ ഓൺലൈൻ മീഡിയാസ് അവിടെ എത്തും. സ്വാഭാവികമാണത്. അപ്പം അതെങ്ങനെയാണ് വിളിക്കാതെ എത്തുന്ന ഇവിടെ കക്കൂസിൻ്റെ അത് ഓൺലൈൻ മീഡിയാസ് ഇരിക്കുന്നത്? ഇവിടെ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ഏത് പരിപാടിക്ക് പോകുന്നു, ഇതെല്ലാം ഓൺലൈൻ മീഡിയാസ് എങ്ങനെ അറിയുന്നത്? വിളിച്ചു പറയാതെ അറിയും. നീ കിഴങ്ങനാണ്. വിളിച്ചു പറയാതെ ഓൺലൈൻ മീഡിയാസ് അറിയുമോ? പോകാൻ തന്നെ വിളിച്ചു കണ്ടോണ്ടിരിക്കുന്ന നമ്മളെന്തോ പൊട്ടന്മാരാ. ഞാൻ നിൽക്കുന്നു, അപ്പുറം രേണുസുതി നിൽക്കുന്നു. അത് വൈറലാക്കാൻ ഓൺലൈൻ മീഡിയാസ് ആണ് വരുന്നു. ഇതോടെ സംഭവിച്ചു പോയി എന്ന് വെച്ച് ദാസേട്ടൻ കോഴിക്കുന്ന വ്യക്തി ഒരിക്കലും ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സംഗതികൾ, ആൽബത്തിനോ ഷോർട്ട് ഫിലിമോ സിനിമ എടുക്കുന്ന സംഗതി ഒന്നും അതാത് ബന്ധപ്പെട്ട മേഖലയിൽ കാണുന്ന ആഗ്രഹിക്കുന്ന ആളാണ്. തിയേറ്ററിലാണെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണും, യൂട്യൂബ് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് വെച്ച് ഇത് എന്റെ ഭാഗത്ത് ഞാൻ അഭിനയിച്ച കാര്യം കൃത്യമായി അഭിനയിച്ചത്. പക്ഷെ ഇത് ഭയങ്കര അഭിനയമായിരുന്നു നിന്റെ അഭിനയം. ഞാൻ കണ്ടു. എന്നെ കണ്ടെന്ന് വാദം ഉറപ്പിക്കല്ലോ കാട്ടാവരാതി രീതിയിൽ വിവാദമായി നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ എന്തെങ്കിലും പ്രതീക്ഷിക്കോ? നീ പ്രതീക്ഷിക്കണമല്ലോ അതുണ്ടെങ്കിൽ പറ.
വന്നൊരു വ്യക്തിയായിട്ട് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. പിന്നെ അതായത് ദാസേട്ടൻ നിൽക്കുന്നു, ലേഡി 2 കാലും ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ദാസേട്ടൻ, ഞാൻ ഇപ്പോഴും ചോദിക്കാണ്, ദാസേട്ടന്റെ വൈഫ് ആയിക്കോട്ടെ മോളായിക്കോട്ടെ ഇതെല്ലാം കാണാണ്. എന്റെ പൊന്നു സുഖയില്ല, ദാസേട്ടനൊന്നും വിളിക്കില്ല, ദാസപ്പനൊന്നും വിളിച്ചാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇവന്റെ മോളും ഇവന്റെ ഭാര്യയും കാണുന്നു എന്നുള്ളൊരു സാമാന്യ ബോധവും വിവരവും ഇവന് ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി വേഗത്ത് കാണിക്കത്തില്ല. അവരാധിച്ചാലും പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലും റീച്ച് ഉണ്ടാക്കണം, നെഗറ്റീവ് ആയാലും 10 ആൾ തള്ളക്കി വിളിച്ചാലും കുഴപ്പമില്ല, റീച്ച് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഇവനെ പോലെയുള്ള വൃത്തികെട്ടാൻ വരെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ദാസേട്ടൻ ഇവിടെ ന്യായീകരിക്കുന്നതുകൊണ്ട് യാതൊരു എടാ വേട്ടവാളിയ വധൂരി വാളം തന്നെ. നീ രാജുവേട്ടനായിട്ടാ നിന്നെ കമ്പയർ ചെയ്യുന്നത്. എന്റെ റിംഗ് ലൈറ്റ് അങ്ങ് പോട്ടെന്ന് നോക്കി ഞാൻ എടുത്ത് അടിച്ചോളി നാറി. ഞാൻ സിനിമ കണ്ടിട്ടില്ല. സിനിമ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ പോയി എന്ത് ചെയ്യും? കൈയടിക്കോ? പൃഥ്വിരാജ് അതുപോലെ ലാലേട്ടൻ തന്മാത്രം. ലാലേട്ടനായിട്ട് കമ്പാരിസൺ എടുത്ത് എടാ നാറി. ഇന്റിമേറ്റ്സിന് ചെയ്തിട്ട് അപ്പൊ അഭിനയം കൈയടിക്കരുത് നിങ്ങൾ. റീൽസിനകത്ത് ഞാൻ അതേ സീൻ റീക്രിയേഷൻ ചെയ്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് എടാ നീയൊക്കെ അപരാധം കാണിച്ച് കാട്ടപരാധങ്ങളും കാണിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്കടക്കം ബാഡ് ഇമ്പാക്ട് ബാഡ് മെസ്സേജും കൊടുക്കുന്ന നിന്നെയൊക്കെ ലാലേട്ടനും രാജുവേട്ടനായിട്ട് കമ്പയർ ചെയ്യണം അല്ലേ? എടാ ഞാൻ ഒരു കാര്യം സീരിയസ്ലി ചോദിക്കുന്നു, നീക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നീയൊക്കെ മറ്റേ ഷോർട്ട് ബൈറ്റുകൾ എടുത്ത് ഓരോന്നിട്ട് അപരാധിക്കുന്ന കുറെ ഉമ്മ വയ്ക്കുന്ന മറ്റേ എടുത്തിട്ട് കറക്കണം, അവളുമാരെ പിടിക്കണം, ഇവിടെ അവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം, മറ്റേ പിടിക്കണം, മറിച്ച പിടിക്കണം, കെട്ടിപ്പിടിക്കുന്നത്, ഇരിക്കുന്നത്, പെട്ടിക്കുന്നത് എല്ലാം കൂടി എടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കും അല്ലേ, നെഗറ്റീവായാലും. എന്നിട്ട് ലാസ്റ്റ് കമ്പാരിസൺ ലാലേട്ടനുമായിട്ട്. എടാ പോടാ വധൂരി എനിക്ക് ആണല്ലേ? ഞാനൊരു ഓൺലൈൻ മീഡിയാസിന്റെ 10 ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പലതുണ്ട്, അവരുടെ പേരൊന്നും പറയില്ല. ഓൺലൈൻ മീഡിയാസിന്റെ 3 ആൾക്കാരെ വിളിച്ച് വൈറലാകാൻ വേണ്ടിയിട്ട് ഏതൊരു പെണ്ണിനെ വിളിച്ചിട്ട് ദാസരെ കൂടി ചെയ്ത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ട്? നിങ്ങൾ പറ. നില്ല് അത് തന്നെയാണ് നീ ചെയ്തോണ്ടിരിക്കുന്നത്. അവള് വിളിച്ചു വരുത്തുന്നു, ആ കൂട്ടത്തിൽ കയറുന്ന ഗ്യാപ്പ് അടിച്ച് നീ വൈറലാവുന്നു. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കേരളത്തിൽ നടക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയാം, ആളെ പേരൊന്നും പറയില്ല. ഓൺലൈൻ മീഡിയാസിന് 5 ആളെ വിളിക്കും. എന്നിട്ട് എടാ നാറി, നീ മറ്റേ ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്തെന്ന് പറഞ്ഞ് നീ അവളും കൂടി ഒരു വീഡിയോ ചെയ്ത സമയത്ത് സപ്പോർട്ട് ചെയ്തവനാണ് ഞാൻ. പിന്നെ ഇത് അപരാധമാക്കി ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിട്ട് നീയൊക്കെ കാണിക്കുന്ന പേക്കൂത്തുകളായപ്പോഴാണ് നമ്മൾ വിമർശനങ്ങൾ തുടങ്ങിയത്. സമൂഹത്തിൽ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നീയൊക്കെ ചെയ്തു കൂട്ടുന്ന തരികിട പരിപാടികൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിമർശിക്കാൻ തുടങ്ങിയത്. അതാദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് ഇന്റിമേറ്റ് സീന് കണ്ടു കഴിഞ്ഞാൽ എടുത്തു വെച്ച് വിമർശിക്കാൻ മാത്രം പൊട്ടന്മാരല്ല നമ്മൾ. ആ ചാന്ത് കുടഞ്ഞൊരു സൂര്യമാനത്തൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ്. വേണം എന്റെ വീഡിയോ പഴയത് ചെക്ക് ചെയ്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കൊണ അടിക്കണം നീ വധൂരി. നായികനെ വിളിച്ച് ചുറ്റി കളിക്കുക, എടുത്ത് പൊന്തിക്കുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓൺലൈൻ മീഡിയാസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മീഡിയാസ് ആണോ ഒന്നും നമുക്കറിയില്ല. പ്രൊമോഷന് വേണ്ടി, അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി അറിയില്ലേ, പ്രൊമോഷന് വേണ്ടി ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിട്ട് ഓൺലൈൻ മീഡിയാസ് വെറുതെ വന്നൊന്നല്ല കേട്ടോ, വിളിച്ചിട്ട് അവർ വന്നത്. രേണു സുധീൻ ഒരു ആൽബാണെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ അതിന് ബന്ധപ്പെട്ട ഡയറക്ടർ അവർ കോൺടാക്ട് ഡയറക്ടറോട് വന്നോളം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർ വന്നത്. അവർ നമ്മുടെ സമൂഹത്തിൽ എസൻഷ്യലായ ഘടകം തന്നെ ഓൺലൈൻ മീഡിയാസിന്റെ. പക്ഷേ അത് ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കണമായിരുന്നു, ഞാനും ശ്രദ്ധിക്കണമായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ ഇനി ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ആൽബത്തിനോ ഷോർട്ട് ഫിലിം പോവുകയാണെങ്കിൽ 100% കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നീ ഇത്ര ശ്രദ്ധിച്ചെടുത്തോളം മതി. ഇനി നീ 100% ശ്രദ്ധിക്കണ്ട, മതി, തികഞ്ഞു. സ്വന്തം ഭാര്യ ടീച്ചറാണെന്നുള്ള ബോധം പോലും ഇല്ല, സ്വന്തമായിട്ടൊരു മകളുണ്ടെന്നുള്ള ബോധം പോലും ഇല്ല. അപരാധങ്ങൾ കാണിച്ചു കടന്നിട്ട് കൊണയടിക്കുന്നു ഇപ്പൊ വന്നിരുന്നു. വൈഫിനോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ചെയ്തൊക്കെ ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയാസ് വരുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അവർ പ്രധാന വൈഫ് പറയുന്നത് 2 ആൾക്കാർ തമ്മിലുള്ള ഒരു സീൻ എടുക്കുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ വരുന്ന നമ്മളെ നരേഷൻ, കമന്റുകളല്ല, അതിനെന്താ പറയുക, നരേഷൻ എന്നല്ല പറയാ, ഈ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നരേഷൻ. ദാസേട്ടൻ രേണുവിന് ഉമ്മ കൊടുത്തു, ദാസേട്ടൻ രേണുവിന്റെ കഴുത്ത് പിടിച്ചു. അത് വളരെ 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 സെൻസിറ്റീവായ കാര്യം. നിനക്ക് കാണിക്കാം അപരാധം, എഴുതിയാൽ കുഴപ്പം, സൂപ്പർ. അയ്യോ നരേഷനാണ് കുഴപ്പം, ടൈറ്റിലായിരിക്കും പുന്നാരമ്മ ഉദ്ദേശിച്ചത്. അതാണ് കുഴപ്പം, അതാണ് അവന് കുഴപ്പമായത്. കാണിക്കാം, എഴുതിയാ കുഴപ്പം. എടാ പോടാ വധൂരി. ആൾക്കാർ മൊത്തം ചീത്തയും വിളിച്ച് പൊങ്കാല ഇട്ട് ഏറി കയറ്റി വിട്ടപ്പോ നൈസായിട്ട് ഉൾട്ടയടിച്ച് എല്ലാം കൂടി ഓൺലൈൻ മീഡിയാസിന്റെ തലയിൽ ഇട്ടിട്ട് ഊരാൻ നോക്കുന്ന ഒരു കാട്ടു വധൂരിയാണ് യവൻ. എവിടെ പ്ലാൻ? ഞാൻ നല്ല ഓൺലൈൻ മീഡിയാസിനും ദയവ് ചെയ്ത് പറയണം, നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആൽബത്തിന് ഷൂട്ടിനിടയ്ക്ക് ദാസേട്ടൻ രേണു എന്താ കുഴപ്പം? ദാസേട്ടൻ രേണുവിന്റെ കൈ പിടിച്ചു, ദാസേട്ടൻ രേണുവിന്റെ കഴുത്ത് പിടിച്ചു, അങ്ങനത്തെ ചില വാക്കുകൾ അത് ആർക്കും ഇപ്പൊ നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് എന്ത് വേണം ഇടാം, പക്ഷെ അത് വളരെ വളരെ സെൻസിറ്റീവ് ആയ ഒരു കാര്യമാണ്. എടാ വധൂരി, കാട്ടു വധൂരി, വളരെ സെൻസിറ്റീവ് ആണെന്ന് പറയാനുള്ള കാര്യം നീയൊക്കെ കാണിക്കുന്ന അപരാധമാണ് അവന്മാർ ടൈറ്റിൽ അടിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിനക്കൊക്കെ കാണിക്കാൻ അവന്മാർ എഴുതിയാലാണ് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നീയൊക്കെ അവന്മാരെ വിളിച്ചു വരുത്തിയിട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ നോക്കി. ഇപ്പൊ തള്ളക്ക് വിളിയുടെ പൂരം കിട്ടി, റോട്ടി ഇറങ്ങി അടി കിട്ടുന്ന അവസ്ഥയായപ്പോൾ നൈസായിട്ട് അവൻ ഉൾട്ടടിച്ച് അങ്ങ് മറിയുവാണ്. ദയവ് ചെയ്തിട്ട് ഇവനൊന്നും ഒരു മനുഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യും.
ഇനി ഹെയ്തി സാദിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവള് കുറച്ച് ദിവസം മുന്നേ രേണുവിനെ സപ്പോർട്ട് ചെയ്തപ്പോഴേ ഞാൻ ആലോചിച്ചു ഇതെന്തോ ഒരു തകരാറാണെന്ന്. എന്തായാലും ഇപ്പോഴും രണ്ടുപേരും ഒരുമിച്ച് കണ്ട സ്ഥിതിക്ക് എനിക്കത് മനസ്സിലായി, ബോധ്യമായി. രേണു ചേച്ചി ശരിക്കും നമ്മൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചോട്ടോ. കുറച്ച് നേരം ഉണ്ടായിരുന്നു വെച്ചാൽ ഉള്ള സമയം മൊത്തം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു, ഷൂട്ട് ചെയ്തു, അതുപോലെ തന്നെ ബ്ലോഗ് എടുത്തു, അടിച്ചു പൊളിച്ചു. നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അടിപൊളി സ്കിന്നൊക്കെ ആണെന്ന് അറിയോ, ഭയങ്കര സ്കിന്ന്. ചേച്ചിയുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഒരു കിടിലം വീഡിയോ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. അത് ഞാൻ കുഞ്ഞായിരുന്നപ്പോ സുധിച്ചേട്ടന്റെ സമിതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞായിരുന്ന സമയം തൊട്ടേ സുധിച്ചേട്ടൻ നീ പിടിച്ചിട്ടാ സുധിച്ചേട്ടെ. രേണുവിനെ പറ്റി എഴുതുമ്പോൾ രേണുവിനെ പറ്റി പറ. ഇനി മറ്റങ്ങേരെ എടുത്തിടാതെ അങ്ങേരെ വിറ്റ് അവള് ജീവിച്ചു. ഇപ്പൊ നീ മിക്കാൻ തുടങ്ങിയ മതി. എന്നെ അറിയായിരുന്നു. എന്തായാലും ഇപ്പൊ രേണു ചേച്ചിയാണ് സ്റ്റാർ. രേണു ചേച്ചി ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. ഫസ്റ്റ് ടൈം നമ്മളങ്ങനെ ചില്ല് ചെയ്ത് സംസാരിച്ച് നല്ല വൈബാണ് കേട്ടോ ചേച്ചി. ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണ് ചേച്ചിയുടെ അടുത്തിരിക്കുമ്പോൾ. സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്തിട്ട് മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രോങ് ലേഡീസ്, അതാണ് രേണു ചേച്ചി. ചേച്ചി എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം, എന്താന്ന് അറിയില്ല. അപ്പൊ ചേച്ചി ഒരു അനിയത്തി എന്നുള്ള നിലയിൽ എനിക്ക് എന്താണ് ഒരു ഉപദേശം തരുന്നത്? അനിയത്തി എന്നുള്ള നിലയല്ല, അനിയത്ത് തന്നെയാണ്. വിഷമം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ പെട്ടെന്നുണ്ടാകുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം, നമ്മളെ ലൈഫിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങൾ നമുക്കുണ്ട്, ഓർമ്മകളിലുണ്ട്. ആ ഏതൊരു സന്തോഷിക്കുന്ന നല്ല നിമിഷത്തെ മനസ്സിലോട്ട് കൊണ്ടുവരാൻ ഹാപ്പി ആവുക. ചേച്ചി എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്? ഇത് തന്നെയാണ് ഞാൻ ഈ നെഗറ്റീവ്സോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുക. മതി 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 മതി. ഇവിടെ മോട്ടിവേഷൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ കേൾക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. എന്തായാലും ഇതൊക്കെയാണ് ദാസപ്പ. എന്തുവാടാ ദാസപ്പ നീ ഇങ്ങനെ? ഇനി അങ്ങോട്ട് നെഗറ്റീവ് ആയപ്പോൾ നാട്ടുകാരുടെ പൂര തെളിവുകളെയും കൂടി കിട്ടിയപ്പോൾ നൈസായിട്ട് ഉൾട്ടടിച്ച് അവങ്ങ് മറിയുവാണ്. അയ്യോ ഞാനില്ലേ, ഓൺലൈൻ മീഡിയാസാണ് കുറ്റക്കാരൻ. അറിയളയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളാവണ്ടേ? പുതിയ വീഡിയോ ആയിട്ടാണ്.